Meet the editors. അറസ്റ്റ് നീളുന്നോ എന്നാണ് ചോദ്യം. സ്മൃതി, താൻ നിയമത്തിന് മുന്നിലും ജനങ്ങളുടെ കോടതിയിലും സത്യം ബോധിപ്പിക്കുമെന്ന് പറഞ്ഞൊരൊറ്റ മുങ്ങലായിരുന്നു രാഹുൽ. ആ മുങ്ങിയ രാഹുലിനെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പോലീസ് വലവിരിച്ചിട്ടുണ്ട്. പലയിടത്തും രാഹുൽ പ്രത്യക്ഷപ്പെട്ടു എന്ന തരത്തിലുള്ള പല കഥകളും പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയും രാഹുലിൻ്റെ ഫോൺ പേഴ്സണൽ സ്റ്റാഫാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഓണാവും ഓഫാവും. അറസ്റ്റ് നീളുകയാണ്. ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നു. അത് ബുധനാഴ്ച പരിഗണിക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോലീസ് അത്ര വേഗത്തിൽ പോകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് സാധാരണഗതിയിൽ പോലീസ് ചെയ്യാറുള്ളത്. മുൻകൂർ ജാമ്യാപേക്ഷ നൽകിക്കഴിഞ്ഞാൽ പിന്നീട് ആൾക്ക് വേണ്ടി അങ്ങനെ പരക്കം പായില്ല എന്നുള്ള ഒരു രീതിയാണ് പോലീസ് പൊതുവെ സ്വീകരിക്കാറുള്ളത്. അപ്പോൾ വല വീശി ഇതാ ഇപ്പോൾ വലയിൽ കുരുങ്ങും എന്ന രൂപത്തിൽ ഒരു പ്രതീതി സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാഹുൽ പാലക്കാടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. അവിടെയുള്ള പോലീസിനോട് പ്രത്യേക അന്വേഷണ സംഘം അവിടെ ഒന്ന് നോക്കൂ എന്ന് പറയുന്നുണ്ട്. എന്നല്ലാതെ അങ്ങനെ പ്രത്യേക ഒരു പിന്നാലെ പോയി കണ്ടുപിടിക്കാനുള്ളൊരു ശ്രമം ഈ ഘട്ടത്തിലില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം വരുന്നതിനനുസരിച്ചായിരിക്കും പോലീസിൻ്റെ വേഗത്തിലുള്ള നീക്കമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ സുഹൃത്തുക്കൾ ബന്ധുക്കളൊക്കെ കേന്ദ്രീകരിച്ച് എവിടെ ആയിരിക്കാം എന്നൊരു അന്വേഷണം അവിടെ തന്നെ ഇരുന്നുകൊണ്ട് നടത്തുന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും രാഹുലിൻ്റെ ഫോൺ ഇടയ്ക്ക് ഓണാവുന്നു, ഇടയ്ക്ക് ഓഫാവുന്നു. അപ്പോൾ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ ആരോ ഫോൺ ഏൽപ്പിച്ച് പോലീസിനെ അങ്ങനെ പറ്റിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്ന രൂപത്തിലുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ പോലീസ് അന്വേഷണം ആ രൂപത്തിലാണ് അവിടെ മുന്നോട്ട് പോകുന്നത്. ഇനി നമുക്ക് ഇതിൽ പോലീസിൻ്റെ അന്വേഷണം മാത്രമല്ലല്ലോ, ഇതിൽ എങ്ങനെയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഈ വിഷയം ചർച്ച ചെയ്യുന്നതെന്നുള്ള കാര്യത്തിലേക്ക് പോകുമ്പോൾ ഇന്ന് കോൺഗ്രസിൽ നിന്ന് വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ നമുക്കറിയാം. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം വന്നു, ഷാഫിയുടെ പ്രതികരണം വന്നു. ഇതൊക്കെ തന്നെയും എടുത്ത നടപടിയെക്കുറിച്ച് പറയുന്നു. നിയമപരമായി മുന്നോട്ട് പോകും, നിയമത്തിൻ്റെ വഴിക്ക് പോകുമെന്ന് ഷാഫി പറയുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കുട്ടത്തിനെ പൂർണ്ണമായും പിന്തുണച്ച ഒരു മിടുക്കനായ ചെറുപ്പക്കാരനെതിരെയുള്ള ആരോപണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ കെ സുധാകരൻ ഇന്ന് നിലപാട് മാറ്റിയിട്ടുണ്ട്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ ലഭിക്കണമെന്ന് പറയുന്നു. അതേസമയം രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കേണ്ടതില്ല, അങ്ങനെ എത്ര പേരുണ്ട് എന്ന രൂപത്തിലേക്ക് ആ പ്രതികരണം നേരത്തെയുള്ള നിലപാടിൽ നിന്ന് കെ സുധാകരൻ മാറിയിട്ടുണ്ട്. ഇതിൽ ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായ പ്രതികരണം വന്നിരിക്കുന്നത് വാർത്താ സമ്മേളനം നടത്തിയ രമേശ് ചെന്നിത്തലയുടേതാണ്. രമേശ് ചെന്നിത്തല പറയുന്നു, രാഹുൽ മാങ്കുട്ടത്തിനെതിരെ നേരത്തെയും പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അത് പ്രതിപക്ഷ നേതാവിനും മുൻ KPCC പ്രസിഡന്റുമാണ് എന്ന് പറഞ്ഞു. അതായത് കെ സുധാകരനാണ് പരാതി കിട്ടിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് അതിലെടുത്ത നിലപാട് നമ്മൾ പരസ്യമായി കണ്ടതാണ്. അപ്പോൾ നേരത്തെ ഈ പരാതികൾ ലഭിച്ച ശേഷമാണ് ആ മിടുക്കനായ ചെറുപ്പക്കാരനെ അത്രത്തോളം പുകഴ്ത്തിക്കൊണ്ട് കെ സുധാകരൻ വന്നത് എന്നതാണ് അത്ഭുതകരമായ കാര്യം. അപ്പോൾ രമേശ് ചെന്നിത്തല തന്നെ അത് തുറന്നു പറഞ്ഞിരിക്കുന്നു. വേറെ ആരെങ്കിലും രാഷ്ട്രീയ പ്രതികളൊന്നും പറഞ്ഞ കാര്യമല്ല. ഇനി CPM-നെ സംബന്ധിച്ച് ഇത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരായുധം, അത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇന്ന് പോലും വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ മൊഴി എന്നുള്ളത് പത്മകുമാറാണ് ഇതിൽ ഗൂഢാലോചന നടത്തിയത്. പത്മകുമാർ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ചെയ്തു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ പത്മകുമാറിലേക്ക് തന്നെ മൊഴികൾക്ക് വരുന്ന ഒരു സമയമുണ്ട്. പക്ഷേ പത്മകുമാർ എത്രാമത്തെ വാർത്തയായിട്ടാണ് പോകുന്നത്? അപ്പോൾ അതിൽ ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ CPM-നും സാധിച്ചിരിക്കുന്നു. കാരണം പലയിടത്തും പ്രതിഷേധങ്ങൾ, DYFIയുടെ പ്രതിഷേധം, SFI ഒക്കെ ആകട്ടെ രാഹുൽ മാങ്കുട്ടത്തിലെ പടം എടുത്തുകൊണ്ട് ആ കടലാസുകൾ കാണിച്ചിട്ടുണ്ട്, കണ്ടവരുണ്ടോ എന്ന് ചോദിച്ച് ആളുകളെ നിർത്തി അത്രയ്ക്കും ഡ്രമാറ്റിക് ആയിട്ടാണ് സമരം കൊണ്ടുവന്നത്. അപ്പോൾ അത് ഒരു വശത്ത് നടക്കുന്നു. അപ്പോൾ അതിലേക്ക് പൂർണ്ണമായും ശ്രദ്ധ തിരിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഒന്നുകിൽ മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിഞ്ഞിരിക്കുന്നു എന്ന രൂപത്തിലേക്ക് അത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് സന്ദീപ് വാര്യരുടെ ഒരു പ്രതികരണമാണ്. അത് വല്ലാത്തൊരു പ്രതികരണമായിപ്പോയി. കാരണം ഈ യുവതിയുമായി ബന്ധപ്പെട്ട് അവർ വിവാഹിതയാണോ, വിവാഹമോചിതയാണോ, ഏത് മണിക്കൂറിൽ വിവാഹമോചിതയായി, എത്ര മാസങ്ങൾക്ക് ശേഷം വിവാഹമോചിതയായി എന്നതാണോ യഥാർത്ഥത്തിലെ വിഷയം? നമ്മളൊരു സദാചാര വിഷയമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒരു യുവതി പീഡിപ്പിക്കപ്പെട്ടു എന്ന വിഷയമാണ്. അതിൽ വിവാഹിത എന്നൊരു വിഷയം അവിടെ ഉണ്ട്, അത് രണ്ടു കൂട്ടരും പറയുന്നുണ്ട്. പക്ഷേ അതിലാണോ ഊന്നേണ്ടെന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു. അപ്പോൾ ആ യുവതിയുടെ മുമ്പ് വിവാഹത്തിൽ പങ്കെടുത്ത ഫോട്ടോ ഏതോ സമയത്ത് കഴിഞ്ഞ വർഷം ആ വിവാഹം നടന്ന ആ ഫോട്ടോ സന്ദീപ് വാര്യർ ഇട്ടിരുന്നു. അത് പലരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അത് നീക്കം ചെയ്തു. അത് കഴിഞ്ഞിട്ട് യുവതി പറഞ്ഞ 1 മാസത്തെ ഇടവേളയിൽ അവർ പിരിഞ്ഞിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആർക്കാണ് സന്ദീപ് വാര്യർ വിശദീകരണം നൽകുന്നതെന്നുള്ളതാണ് രാഹുൽ ഈശ്വറിന് വിശദീകരണം നൽകിക്കൊണ്ട് ഇരിക്കുകയാണ്. സത്യം പറയാതിരുന്നാൽ അതൊരു വലിയ ബുദ്ധിമുട്ടാകുമെന്നുള്ളത് കൊണ്ട് ഞാനിത് ആ സത്യം പറയുന്നു എന്ന് മട്ടിൽ രാഹുൽ ഈശ്വറിനോട് പറയുന്നു എന്ന മട്ടിൽ സന്ദീപ് വാര്യർ അത് പറയുമ്പോൾ ഫലത്തിൽ അത് ആരെയാണ് സഹായിക്കുന്നത്? ഉറപ്പായിട്ടും രാഹുൽ മാങ്കുട്ടത്തെയാണ്. അപ്പോൾ ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾ പല വശങ്ങളിലായി വരുന്നു. നമ്മൾ ഇന്നലെ മുതിർന്ന നേതാക്കളിൽ ചിലർ നടത്തിയ പ്രതികരണങ്ങളും പറഞ്ഞതാണ്.
അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ടിയുടെ മുഖപത്രത്തിലെ മുഖപ്രസംഗമാണല്ലോ. മുഖപത്രത്തിൽ വന്നിരിക്കുന്ന മുഖപ്രസംഗം, അതിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന തലക്കെട്ടിൽ വന്നിരിക്കുന്ന ആ മുഖപ്രസംഗം, അത് യഥാർത്ഥത്തിൽ ആരുടെ താല്പര്യപ്രകാരം വന്ന മുഖപ്രസംഗമാണ്. അതിൽ എഡിറ്റോറിയൽ ഫ്രീഡം ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും പാർട്ടി മുഖപത്രമാണ്. പാർട്ടി മുഖപത്രത്തിൽ പാർട്ടി നേതൃത്വം ഞങ്ങളുടെ ആളല്ല, ഞങ്ങൾക്ക് ഇയാളുമായി ഒരു ബന്ധമില്ല, അയാളുടെ സ്വന്തം കാര്യം അയാൾ നോക്കുന്നു എന്ന രൂപത്തിൽ മാറ്റി നിർത്തിയ ഒരാളെപ്പറ്റി ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ടൊരു മുഖപ്രസംഗം എഴുതുമ്പോൾ പഴയകാല സംഭവങ്ങൾ, പഴയ പല കേസുകളും, ഉമ്മൻചാണ്ടിയുടെ കേസ് അടക്കം പറയുന്നു, സൂര്യനെല്ലി കേസ് പറയുന്നു, ഇതൊക്കെ പറഞ്ഞ ശേഷം ഏറ്റവും ഒടുവിൽ ആ കണ്ണിയിൽ ഏറ്റവും ഒടുവിലെ ഇരയാണ് എന്ന മട്ടിൽ, രാഷ്ട്രീയ ആരോപണത്തിൽ ഇരയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് ആ മുഖപ്രസംഗത്തിൽ പറയുന്നത്. അതിനുശേഷം നമ്മൾ തന്നെയാണ് ആദ്യം വീക്ഷണത്തിൻ്റെ MD വിളിക്കുന്നത്. അദ്ദേഹം പറയുന്നു എഡിറ്റോറിയലിന് പറ്റിയ വീഴ്ചയാണ്, അതിൽ വിശദീകരണം തേടുമെന്നുള്ളതാണ്. ഇങ്ങനെ പല ഘട്ടങ്ങളിലായി വീക്ഷണം, പാർട്ടിയുടെ വീക്ഷണകോണിൽ നിന്ന് മാറിയിട്ടുള്ള വീക്ഷണം അവിടെ പങ്കുവെക്കുകയും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എഡിറ്റോറിയലിനെ ഒന്ന് വിശദമായി തന്നെ അവർ പരിശോധിക്കേണ്ടി വരും. അതിലൊരു കൃത്യമായ വീക്ഷണം പാർട്ടി നടത്തേണ്ടി വരും എന്നുള്ളതാണ്. കാരണം പ്രതിപക്ഷ നേതാവിന് വരെ അത് തള്ളിക്കളയേണ്ടി വന്നു. അപ്പോൾ ഈ രൂപത്തിൽ അത് മുന്നോട്ട് പോവുകയാണ്. ഇനി കേസിൻ്റെ ഭാവി അത് എത്രത്തോളം മുന്നോട്ട് പോകും, അത് യുവതിക്ക് അനുകൂലമാകുമോ എന്നുള്ളൊക്കെ സംശയമുണ്ട്. പല കാര്യങ്ങളും പുറത്തു വരുന്നു. ഇപ്പോൾ ഇന്ന് തന്നെ രാഹുൽ കൂടുതൽ എവിഡൻസ് ഒക്കെ അവിടെ കൊണ്ട് ഏൽപ്പിച്ചു എന്നുള്ളതാണ്. രാഹുൽ ഈ കേസ് വ്യത്യസ്തമാകുന്നത്, രാഹുൽ ഉന്നയിക്കപ്പെട്ട പല ആരോപണങ്ങളും നിഷേധിച്ചിട്ടില്ല എന്നാണ്. എന്നാലും നമ്മൾ ചർച്ചയിൽ പറഞ്ഞ പോലെ പല ആരോപണങ്ങളും നിഷേധിച്ചിട്ടില്ല. അത് ഞാൻ ചെയ്തിട്ടുണ്ട്, അതായത് ഒരു പുതിയ കാലത്തെ ഒരു പുതിയ സ്വാഭാവികത കൊണ്ടുവരാനുള്ള ശ്രമമാണെന്ന് ആലോചിക്കണം. അത് ഞാൻ ചെയ്തിട്ടുണ്ട്, അതിനെന്താണ് എന്ന മട്ടിൽ അത് സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് ആ സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, അവർ വിവാഹിതയായിരുന്നു, അവർക്ക് വിവാഹത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഒരു ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്നു. ആ ബന്ധവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നു. ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രം അല്ലേ, അത് എൻ്റേതല്ല എന്ന രൂപത്തിൽ. പക്ഷേ നമ്മളെ ശബ്ദരേഖയിൽ വന്നത് അല്ലായിരുന്നു താനും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഏതാണ് കോടതി തെളിവായി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ എനിക്ക് യഥാർത്ഥത്തിൽ ഈ പരാതിയുടെ കാര്യത്തിൽ ഒരു ആശങ്കയുണ്ട്. അറസ്റ്റ് നീളുന്നോ എന്നാണ് ചോദ്യം. ജിമ്മി, അറസ്റ്റ് ഒരു നിമിഷം പോലും വൈകരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. 2 ദിവസം കഴിയുന്നു. ഈ 2 ദിവസം മുമ്പ് വ്യാഴാഴ്ച വൈകുന്നേരം 4:30 മണിക്കാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്ന സമയം 4:30 ആണെങ്കിലും അന്ന് രാവിലെ മുതൽ കേരളത്തിലെമ്പാടുമുള്ള മാധ്യമപ്രവർത്തകർ ഇങ്ങനൊരു വാർത്ത വരുന്നു എന്നതിനുള്ള എല്ലാ സൂചനകളും ഉണ്ടായിരുന്നു. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, 4:30 ഈ വാർത്ത പുറത്തു വരുമ്പോൾ നിമിഷങ്ങൾക്കകമാണ് ലൈവിൽ ഒരുപാട് ആളുകളുടെ പ്രതികരണം വരുന്നത്. അത് നേരത്തെ അറിയാമായിരുന്നത് കൊണ്ടാണ്. ആരാണ് ഈ പരാതി കൊടുക്കുന്നത്? പെൺകുട്ടി എവിടെയാണ് പരാതി കൊടുക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ. മുഖ്യമന്ത്രിയോട് സമയം ചോദിച്ചതിന് ശേഷമാണല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോവുക, ഇടിച്ചു കയറി പോയിട്ടല്ല. അപ്പോൾ പോലീസിനും അറിയേണ്ടവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു, പല മാധ്യമങ്ങൾക്കും അറിയാമായിരുന്നു ഇങ്ങനൊരു നീക്കം പോലീസിൻ്റെ ഭാഗത്ത് നടക്കുന്നുള്ളത്. പക്ഷേ 4:30 മണിക്ക് ഈ പരാതി കൊടുത്ത് 15 മിനിറ്റിനകം രാഹുൽ മാങ്കൂട്ടത്തിലെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയാണ്. ഒരു സാധാരണ ബുദ്ധിയിൽ മാധ്യമപ്രവർത്തകർക്ക് ഇത്രയും ക്ലോസായി രാഹുൽ മാങ്കൂട്ടത്തിനെയും ബാക്കിയുള്ളവരെയും ഫോളോ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് പോലീസ് ഫോളോ ചെയ്തില്ല? അതൊരു ലളിതമായ സംശയമാണ്. വളരെ നിഷ്പ്രയാസം രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാമായിരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പോലീസ് അറസ്റ്റ് ചെയ്തില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു കക്ഷി, രായ്ക്ക് രാമാനം 4:30 വരെ സജീവമായി തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുണ്ടായിരുന്ന ഒരു കക്ഷി രായ്ക്ക് രാമാനം മുങ്ങുന്നത്? എങ്ങനെയാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ 48 മണിക്കൂറായി പോലീസിൻ്റെ കണ്ണു വെട്ടിച്ച് മുമ്പോട്ട് നീങ്ങാൻ പോകുന്നു? ഇപ്പോൾ 50 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഈ കാര്യത്തിൽ പോലീസ് എന്തുകൊണ്ട് അറസ്റ്റ് വൈകിക്കുന്നു എന്നതിൽ മാത്രമേ നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടതുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ കാര്യത്തിൽ വരുന്ന എതിരഭിപ്രായമുണ്ടല്ലോ, ഈ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ പിടിച്ചത്, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇതുവരെ എന്തുകൊണ്ടാണ് പരാതി വരാതിരുന്നതെന്നൊക്കെ ഉള്ള വാദങ്ങൾ വരുന്നുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ ആർക്കാണ് പ്രയോജനം എന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ 48 മണിക്കൂറായി കേരളത്തിലെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രാഹുൽ മാങ്കൂട്ടത്തിനെ ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സമയം തെരഞ്ഞെടുപ്പ് കാലം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മറ്റുള്ള വിഷയങ്ങളെല്ലാം തൽക്കാലത്തേക്ക് അപ്രസക്തമായിരിക്കുന്നു. ഇന്ന് 3-ാം ദിവസമാണ് കേരളത്തിലെ ചാനലുകൾ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത്. 7 മണിക്കും 8 മണിക്കും 9 മണിക്കുമൊക്കെ പ്രധാന വാർത്തകളിലെല്ലാം ലീഡ്. രാവിലെയും ഇതുതന്നെയാണ് പ്രധാനപ്പെട്ട വാർത്ത. അങ്ങനെ ഒരു പ്രയോജനം അതുകൊണ്ട് ആർക്കുണ്ടാകും? അത് തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യുന്ന എതിർകക്ഷിക്കായിരിക്കുമല്ലോ സ്വാഭാവികമായും. അങ്ങനെയല്ലേ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് ബോധപൂർവം രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് വൈകിക്കുന്നതാണോ? അതാണ് ന്യായമായും ഉയർന്ന സംശയം. അറസ്റ്റ് വൈകിക്കുകയാണ് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. എന്തിനാണെന്നുള്ളത് പോലീസ് തന്നെ മറുപടി പറയണം. നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചിട്ടില്ല എന്നാണ്. വ്യാപകമായി വലവിരിക്കുന്നുള്ളതാണ് റിപ്പോർട്ടർ TV അല്പം മുമ്പ് വരെ കൊടുത്ത വാർത്ത. വിശദമായി പരിശോധന നടത്തുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലെ ഫോൺ ട്രേസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഫോൺ ഇടയ്ക്കിടയ്ക്ക് സ്വിച്ച് ഓൺ ആകുന്നുണ്ട്, പിന്നെ ഓഫാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ കബളിപ്പിക്കാൻ ചെയ്യുകയാണെന്നൊക്കെ.
കേരള പോലീസ് ഇത്രയും കഴിവുകെട്ട ഒരു സംവിധാനമാണോ? ഒരു സാധാരണ മനുഷ്യന് ഇങ്ങനൊരാൾക്കെതിരെ പരാതി വരാൻ പോവുകയാണെന്ന് അറിഞ്ഞാൽ സാധാരണ മാധ്യമപ്രവർത്തകർ പോലും ഇയാളെ ട്രാക്ക് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ പോലീസ് എന്തുകൊണ്ട് ഇത് ചെയ്തില്ല? കേരള പോലീസ് അത്രയ്ക്ക് കഴിവുകെട്ടവരാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ ആദ്യം അത് സമ്മതിക്കണം. അപ്പോൾ ഇത് മനഃപൂർവ്വമാണ്. ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടായിക്കോട്ടെ, ഇത് വ്യാപകമായി സജീവമായി നിൽക്കട്ടെ, ബാക്കി എല്ലാ ആരോപണങ്ങളും ഇതിൽ തൽക്കാലം മുങ്ങിപ്പൊക്കോട്ടെ എന്നുള്ളതാണ് കേരള പോലീസിൻ്റെയും കേരള പോലീസിൻ്റെ പിന്നിൽ നിൽക്കുന്ന പോലീസ് സംവിധാനത്തിൻ്റെയും സർക്കാരിൻ്റെയും പ്ലാൻ. തെരഞ്ഞെടുപ്പ് കാലത്തെ വളരെ എളുപ്പം കുറച്ച് ദിവസത്തേക്ക് ഹൈജാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. ഇത് പകൽ പോലെ വ്യക്തമല്ലേ? ഇതിനകത്ത് ആർക്കാണ് സംശയം? ഇങ്ങനെ വളരെ അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ കഴിഞ്ഞ 2 ദിവസമായി ഒളിവിൽ പോവുക, പോലീസിൻ്റെ കൺമുമ്പിൽ നിന്ന് രാവിലെ മുതൽ ഇയാൾക്കെതിരെ പരാതി വരുമെന്നറിയാവുന്ന, കഴിഞ്ഞ 3 മാസമായി ഈ പരാതിക്ക് വേണ്ടി പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താ പഴയ അനിസ്പയുടെ പരസ്യമാണോ? പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ, അങ്ങനെ മുങ്ങാൻ പറ്റുമോ? അതും വീട്ടിലോ വേറെ എവിടെയെങ്കിലും അല്ല, പൊതുജന മധ്യത്തിൽ പരസ്യമായി ക്യാമ്പയിൻ സ്ഥലത്ത് നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയത്. അസംഭവ്യമാണ്. അങ്ങനെ ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാതെ ചങ്ങല പൊട്ടിപ്പോയി, കണ്ണി പൊട്ടിപ്പോയി, രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടു എന്ന് പറയാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കഴിവും ഒരു അത്ഭുത സിദ്ധിയുമുള്ള ആളല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒരു ജനപ്രതിനിധിയാണ്. ആ മുഖം എല്ലാവർക്കും അറിയാം. ഈ അടുത്ത കാലത്ത് അറിഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞ 3 മാസമായിട്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ എല്ലാവർക്കും അറിയാം. ഒന്ന്. ഇനി ഈ പരാതി കൊടുത്തത് തന്നെ ബോധപൂർവമാണ് ഈ സമയത്ത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം. ഈ പരാതിക്ക് തൊട്ട് മുമ്പേ ഒരു ശബ്ദരേഖ പുറത്തു വരുന്നു. ആ ശബ്ദരേഖയുടെ ഹൈപ്പ് ഉണ്ടാകുന്നു. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പെൺകുട്ടി പരാതി കൊടുക്കുന്നു. ഇതിൻ്റെ ടൈമിംഗ് ഭയങ്കരമാണെന്ന് പറയുന്നു. അത് പക്ഷേ ഒരു പെൺകുട്ടിയുടെ പരാതി കൊടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഹനിക്കലാണ്. പെൺകുട്ടിക്ക് ഇന്ന് പരാതി കൊടുക്കാൻ തോന്നിയാൽ ഇന്ന് കൊടുക്കും, നാളെയാണെങ്കിൽ നാളെ, 1 വർഷം കഴിഞ്ഞാണെങ്കിൽ 1 വർഷം, 2 മാസം മുമ്പാണെങ്കിൽ 2 മാസം. അത് ആ പെൺകുട്ടിയുടെ സ്വാതന്ത്ര്യമാണ്. അങ്ങനെ ഒരു പരാതി കൊടുക്കാൻ ഒരു പെൺകുട്ടി തയ്യാറായി വന്നാൽ ഭരണത്തിലിരിക്കുന്ന പാർട്ടി പ്രത്യേകിച്ച് എതിർപക്ഷത്തിനെതിരെയാകുമ്പോൾ അത് സമർത്ഥമായി ഉപയോഗിക്കും. അതിപ്പോൾ കോൺഗ്രസ് ആയാലും BJP ആയാലും ഉപയോഗിക്കും. CPM കയ്യിലാണ് ഇപ്പോൾ ഇത് കിട്ടിയത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പുറത്തെ കോൺഗ്രസിൻ്റെ യുവ MLA ആണ്. സ്വാഭാവികമായി അത് ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ഇതിനകത്തെ കാര്യം. അല്ലാതെ പെൺകുട്ടിയെ ഞാൻ ഈ കാര്യത്തിൽ സംശയിക്കുന്നില്ല. പക്ഷേ ഈ പ്രശ്നത്തിൽ എങ്ങനെയാണ് പ്രതിപക്ഷം പെട്ടുപോയത്? പ്രതിപക്ഷത്തിന് ഈ കാര്യത്തിൽ ഏറ്റവും ഗംഭീരമായി രാഹുൽ മാങ്കൂട്ടത്തിലെ നടപടിയെടുത്ത പാർട്ടി എന്ന് പറയാമായിരുന്നു. എങ്ങനെയാ? പരാതി വന്ന് 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം സസ്പെൻഡ് ചെയ്യുന്നു, ഇനി ഇദ്ദേഹവുമായി ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പ്രധാനപ്പെട്ട ആളുകളൊക്കെ പറയുന്നു. ആ പാർട്ടിയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതിരോധത്തിലായിരിക്കുന്നത്. അങ്ങനെ പുറത്താക്കിയ ഒരാളെ വിഷയത്തിൽ എങ്ങനെയാണ് കോൺഗ്രസ് പ്രതിരോധത്തിലാകുന്നത്? അവിടെയാണ് ഇതിൻ്റെ തമാശ. ഈ ഭരണത്തിലിരിക്കുന്ന പാർട്ടി, ഭരണത്തിലിരിക്കുന്ന സർക്കാർ സംവിധാനം, നിയന്ത്രിക്കുന്ന സർക്കാർ സംവിധാനം ഇതൊക്കെ ചെയ്യുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ ആളെ പുറത്താക്കിയ പാർട്ടി ഡിഫൻസിലായി പോയത് എങ്ങനെയാണ്? അതാണ് ഇതിനകത്തെ എന്താ പറയുക കോമഡി എന്ന് പറയുന്നത്. ഒരു ശബ്ദരേഖ പുറത്തു വന്ന ആ സമയത്ത് അത് പ്ലാൻഡ് ആണെങ്കിൽ ആദ്യമായി പെട്ടുപോയത് KPCC മുൻ പ്രസിഡൻ്റാണ്. അദ്ദേഹം പറയാണ്, നല്ല പയ്യൻ, ആ പയ്യൻ എന്തിനും പുറത്ത് നിൽക്കണം, ഒരു പ്രശ്നവുമില്ല, അവൻ മുന്നോട്ട് വരട്ടെ. മുൻ KPCC പ്രസിഡൻ്റാണ് പറയുന്നത്. അത് കഴിഞ്ഞ് AICCയുടെ ജനറൽ സെക്രട്ടറി, ചെറിയ ആളൊന്നുമല്ല, ദീപാദാൻഷ് മുൻഷി, കേരളത്തിൻ്റെ ലക്ഷദ്വീപിനെയും ചാർജുള്ള നേതാവ്, പറയുകയാണ് മുഖ്യമന്ത്രിയുടെ അടുത്താണോ പരാതി കൊടുക്കേണ്ടത്. 2. മൂന്നാമത്തേത് UDFൻ്റെ കൺവീനറാണ്. ഈ പെൺകുട്ടി ഇരയാണ്, CPMൻ്റെ കയ്യിലെ ഇരയാണ് എന്നാണ് പറഞ്ഞത്. മൂന്നാമത്തേത് ആരെ ഡിഫെൻഡ് ചെയ്യാനാ? പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ, പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഡിഫൻസിലാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതും അറസ്റ്റ് നടന്ന് കഴിഞ്ഞിട്ടാണ്. 1 മാസം മാത്രമാണ് ഞങ്ങൾ തമ്മിലുള്ള വിവാഹബന്ധമുണ്ടായിരുന്നുള്ളൂ, ഞങ്ങൾ തമ്മിൽ അകന്നുപോയി എന്ന് പെൺകുട്ടി മൊഴി കൊടുത്തതായി വാർത്തകൾ വരുന്നു. അപ്പോഴാണ് മാരകമായ അടി ഇന്ന് രാവിലെ വരുന്നത്. അത് KPCC ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല, സത്യം പറയേണ്ട എന്തോ ഒരു പ്രത്യേക താല്പര്യം അദ്ദേഹത്തിന് മുമ്പിലുണ്ടായിരുന്നു, സത്യം പറഞ്ഞേ എനിക്ക് പറ്റൂ എന്ന് പറഞ്ഞ് സന്ദീപ് വാര്യർ പറയുകയാണ്, ആ കല്യാണത്തിന് ഞാൻ പോയതാണ്, എനിക്ക് ഇവരെ നേരിട്ടറിയാമായിരുന്നാണ്, 1 മാസമൊന്നും അല്ല കേട്ടോ, ഇത് വേറെ ആർക്കുള്ള മറുപടിയാണെന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇറങ്ങി ബാറ്റ് ചെയ്തു. KPCCയുടെ ജനറൽ സെക്രട്ടറി ആണെന്ന് ഓർക്കണം, നിസ്സാര കക്ഷിയൊന്നുമല്ല. അതും ഒരു വശത്തെ നേതാക്കളുടെ വീക്ഷണം പത്രമോ അധികം ആരും വായിക്കില്ലെങ്കിലും കോൺഗ്രസിൻ്റെ മുഖപത്രമാണല്ലോ. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് തലക്കെട്ടുമായി എഡിറ്റോറിയലാണ്. എഡിറ്റ് പേജിലെ വേറെ ആരുടെയെങ്കിലും ലേഖനമാണെങ്കിൽ മനസ്സിലാക്കാം. എഡിറ്റോറിയൽ പത്രത്തിൻ്റെ അഭിപ്രായമാണ്. നിരപരാധികളെ സ്ത്രീപീഡന കേസുകൾ വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് മറ്റു പല പഴയ കഥകളും പറഞ്ഞിട്ട് അതിലെ അവസാനത്തെ ഇരയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എഴുതി വെച്ചു കോൺഗ്രസിൻ്റെ മുഖപത്രം. ഇവിടെയാണ് കോൺഗ്രസ് ഡിഫൻസിലായി പോയത്. നോക്കൂ, അപ്പുറത്തെ ഒരു വലിയ ആയുധം CPMഉം
സർക്കാരും വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാതെ തൽക്കാലം രക്ഷപ്പെടാൻ അനുവദിക്കുന്നു. ചർച്ചകൾ നിറഞ്ഞു നിൽക്കുന്നു. നിങ്ങൾക്കെതിരെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കോൺഗ്രസിനെതിരെ വലിയ ആക്രമണം നടക്കുമ്പോൾ രണ്ട് വരിയിൽ ആ വിഷയം തീരുമായിരുന്നു. എന്താണ് ആ വരി? ഒന്ന്, ഞങ്ങൾ ഇയാളെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്, ഞങ്ങൾ ഇയാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതാണ്, വിഷയം കഴിഞ്ഞു. നിങ്ങളുടെ ആളുകളെ ആരെയും ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ആ വിഷയം തീരേണ്ടതാണ്. അതിന് പകരം ഒരു AICC ജനറൽ സെക്രട്ടറി, ഒരു KPCC ജനറൽ സെക്രട്ടറി, മുൻ KPCC പ്രസിഡന്റ്, അതോടൊപ്പം UDFൻ്റെ കൺവീനർ, ഏറ്റവും അവസാനം ഇതാ പാർട്ടിയുടെ സ്വന്തം മുഖപത്രത്തിൻ്റെ എഡിറ്റോറിയൽ, ഇത്രയും സംഭവിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് CPMനെ കുറ്റം പറയാൻ പറ്റുക? നിങ്ങൾക്ക് എങ്ങനെയാണ് LDF സർക്കാരിനെ കുറ്റം പറയാൻ പറ്റുക? അവരത് സമർത്ഥമായി ഉപയോഗിച്ചെങ്കിൽ അതിന് മറുപടി പറയാനുള്ള മരുന്ന് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. കൊണ്ടുപോയി കളഞ്ഞിട്ട് ഇപ്പോൾ എല്ലാ നേതാക്കളോട് ഇരുന്ന് പറയുകയാണ് അത് വളരെ ബോധപൂർവമായ പരിപാടിയായിപ്പോയി, മനഃപൂർവ്വം ഇപ്പോൾ കേസെടുത്തതാണ്, മനഃപൂർവ്വം രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ കൊണ്ടുവന്ന് കുടുക്കിയതാണ്. അങ്ങനെ കൊടുക്കുമെങ്കിൽ അതിനുള്ള മറുതന്ത്രം ആലോചിക്കാനുള്ള ബുദ്ധി നിങ്ങൾക്കുണ്ടാകണമായിരുന്നു. സത്യത്തിൽ ഈ CPMും സർക്കാരും ഈ നേതാക്കന്മാരെല്ലാം പണം വെച്ചിട്ട് ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് AK സെൻറ്ററിന് മുമ്പിലോ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ മുന്നിലോ ഒട്ടിച്ചു വെക്കേണ്ട സമയമായി. കോൺഗ്രസ് ആണ് സത്യത്തിൽ CPMൻ്റെ ഐശ്വര്യം. കയ്യിൽ കിട്ടിയ ഒരു മാതൃകാപരമായ നടപടിയെടുത്ത, കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഗംഭീരമായ നടപടിയെടുത്ത കോൺഗ്രസിനെ നിഷ്പ്രഭമാക്കി കളഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തമ്മിൽ തല്ലിൽ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈഗോ ക്ലാഷിൽ ഒരു ഗംഭീരമായ ഒരു കേസിൽ സ്വയം തോറ്റുകൊടുത്ത പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ്. നിങ്ങളാണ് ഇപ്പോൾ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത്. 4 മാസം കഴിഞ്ഞാൽ കേരളം ഒത്തൊരുമിച്ച് ഭരിച്ച് ഈ സർക്കാരിൻ്റെ കുഴപ്പങ്ങളെ തുറന്നു കാട്ടി ഭരണം പിടിക്കുമെന്ന് പറയുന്നത് ലജ്ജിക്കണം. ഒരു സംവിധാനം എങ്ങനെ കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് ഒരു വിവരവുമില്ലാത്ത, തമ്മിൽ തല്ലുന്ന ഒരു ആൾക്കൂട്ടമായി അധപ്പതിക്കുന്ന കോൺഗ്രസിനെയാണ് ഏറ്റവും അവസാനം ഇന്നത്തെ വീക്ഷണം പത്രത്തിലൂടെയും അതുപോലെ തന്നെ ഇന്നത്തെ KPCC ഏറ്റവും പുതിയ KPCC ജനറൽ സെക്രട്ടറിയുടെ തുറന്നു പറച്ചിലൂടെയും ഉണ്ടായത്. എങ്ങനെയാണ് ഇവർക്കതൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അത്ഭുതം. എന്ന് മാത്രമല്ല, ഒരു പെൺകുട്ടിയുടെ ജീവനാണ് മറുവശത്ത്. അപ്പോഴാണ് അവരെ തോൽപ്പിക്കാനായി എൻ്റെ വിവാഹം 1 മാസമേ ഉണ്ടായിരുന്നു പറയുമ്പോൾ സത്യം പറയാനുള്ള ത്വര കൊണ്ടാണത്രേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അങ്ങനെയൊന്നുമല്ല, എനിക്ക് നേരിട്ടറിയാം, പിന്നെ സത്യം പറയാനുള്ളതുകൊണ്ട് മാത്രം ഞാനിത് പറഞ്ഞു എന്ന് പറയുന്നത്. എങ്ങനെ കഴിയുന്നു ഇവർക്കെല്ലാം? അതേസമയം അറസ്റ്റ് വൈകിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ട്, അതിന് സംശയമൊന്നുമില്ല. അറസ്റ്റ് നീളുന്നു എന്നുള്ളതാണ് ചോദ്യം. സുജയ, അറസ്റ്റ് നീളുകയാണ്. ഇത് പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു നീളലാണ്. അതുകൊണ്ട് അതിൽ ഞാൻ വലിയ ആശ്ചര്യമൊന്നും കാണുന്നില്ല. മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഒരാൾ നീങ്ങുമ്പോൾ ഇതിനു മുൻപുള്ള മറ്റു പല കേസുകളിലും നമ്മൾ കണ്ടിട്ടുള്ളത് അയാൾക്ക് ഒളിവിൽ പോകാൻ അല്ലെങ്കിൽ മറ്റ് നിയമസഹായങ്ങൾ തേടാൻ, തൻ്റെതായ തെളിവുകളൊക്കെ ശേഖരിക്കാൻ അതിനൊക്കെയുള്ള സമയവും സാവകാശവും ഒക്കെ കിട്ടുന്നത് കേരളത്തിൽ ഇതുപോലെയുള്ള സമാനമായ മറ്റ് കേസുകളിലൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് ഇവിടെ വലിയ ആശ്ചര്യമൊന്നുമില്ല. ഇവിടെ ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും ഒരുപോലെ ഓടുകയാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ അപ്പോഴും പ്രതീക്ഷ മുഖ്യമന്ത്രിയുടെ അടുത്ത് ചെന്ന് ആ പെൺകുട്ടി കൊടുത്ത പരാതിയിലാണ്. ആ പെൺകുട്ടിയുടെ പരാതിയെക്കുറിച്ച് തന്നെ വ്യാഖ്യാനിച്ചുകൊണ്ട് പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ആ പെൺകുട്ടിയെ കൂടുതൽ അപമാനിക്കുന്ന രീതിയിലാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്കെതിരെയെല്ലാം ഈ കേസിൻ്റെ തന്നെ സബ് കേസസ് രജിസ്റ്റർ ചെയ്യാൻ കൂടി നമ്മുടെ സംവിധാനം തയ്യാറായാൽ മാത്രമേ ഇതൊക്കെ ഈ നാട്ടിൽ നിൽക്കുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ നിയമവ്യവസ്ഥയുടെ മുന്നിലേക്ക് വരാൻ ഒരാൾ പോലും തയ്യാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. അതൊക്കെയാണ് ഇതുപോലെയുള്ള പ്രെഡേറ്റേഴ്സിന് അത് കൂടുതൽ വളമായി മാറുന്നതും. ഇവിടെ ഇന്നിപ്പോൾ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ സന്ദീപ് വാര്യരുടെ പോസ്റ്റ് വന്നിട്ട് ഇപ്പോൾ ഏകദേശം 9 മണിക്കൂറോളം ആയിരിക്കുകയാണ്. ഇതിൽ അയാൾ തന്നെ പറയുന്നുണ്ട്, കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വളരെ വിവാദമായ ഒരു കേസിൽ, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി നൽകിയിരിക്കുന്ന കേസിൽ അഭിപ്രായം പറയുന്നതിലെ ശരിയും ശരികേടും എന്നെ ചിന്താക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. എന്നാൽ പോലും സത്യം പറയാൻ മടിക്കേണ്ടതില്ല എന്നതുകൊണ്ട് പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ എൻഡോഴ്സ് ചെയ്യുന്നത് എന്താണ്? രാഹുൽ ഈശ്വറും ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവരും നടത്തുന്ന പ്രസ്താവനകൾക്കുള്ള പൂർണ്ണമായിട്ടുള്ള പിന്തുണയാണ് പരസ്യമായി സന്ദീപ് വാര്യർ നൽകിയിരിക്കുന്നത്. അതിനെല്ലാം ശേഷം അവസാനം എന്നാൽ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടി ഒരു നിലപാടെടുത്തിട്ടുണ്ട്. അതാണ് എൻ്റെ നിലപാട്. ഇത് ശരിക്കും കോൺഗ്രസിൻ്റെ ഒരു സമീപനമാണ്. അതായത് ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും എന്നുള്ള ഒരു സമീപനമാണ് കോൺഗ്രസ് പാർട്ടി തന്നെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ചുരുക്കം ചില നേതാക്കൾ ഒഴിച്ചാൽ VD സതീശനെ ഞാൻ മാറ്റി നിർത്തുകയാണ്. ഈ കേസിൽ ആദ്യം മുതൽ തന്നെ VD സതീശൻ ഒരു നിലപാടെടുത്താണ് നിൽക്കുന്നത്. പക്ഷേ ബാക്കിയുള്ളവരൊക്കെ പലരും, സുധാകരൻ്റെ കാര്യം നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു, എല്ലാവരും മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആർക്കൊപ്പമാണ് എന്നുള്ളത് കേരളത്തിന് ഇപ്പോൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ അല്ലല്ലോ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ചുമതലയിലേക്ക് BJPയിൽ നിന്ന് വന്ന ആളാണെങ്കിലും സന്ദീപ് വാര്യർ ഈ കല്യാണത്തിന് പങ്കെടുക്കുമ്പോൾ BJP ആയിരുന്നു, ഇപ്പോൾ കോൺഗ്രസ് ആണ് എന്ന് കരുതി സന്ദീപ് വാര്യർ ഈ വിഷയത്തിലെടുത്ത നിലപാട് ശരിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി അടക്കം റിവീൽ ചെയ്യുന്ന രീതിയിലാണ്. ഞാൻ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വെടിവഴിപാട് വിളിച്ചു പറഞ്ഞാലേ ഫലം ഉണ്ടാവുകയുള്ളൂ എന്ന മട്ടിൽ കാണിച്ചതും അതും ഒരു അതിബുദ്ധിയാണ്. കാരണം അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ അടക്കം
എല്ലാവരുടെയും അടുത്തേക്ക് എത്തുന്നതിനാണ് അത് വഴിവെച്ചത്. സന്ദീപ് വാര്യർ നടുക്കും ഈ പെൺകുട്ടിയും അതുപോലെ തന്നെ പെൺകുട്ടിയുടെ ഭർത്താവും അപ്പുറത്തും ഇപ്പുറത്തുമായി നിൽക്കുന്ന ഒരു ചിത്രത്തിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം എല്ലാവർക്കും ലഭ്യമാകുന്ന രീതിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ആ ഡിലീറ്റ് ചെയ്യൽ എന്തായാലും എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ ഒക്കെ എടുക്കുന്ന നിലപാടുകൾ എന്താണ് എന്നത് മനസ്സിലായി കാണുമല്ലോ. ഇനി പരാതിക്കാരിയുടെ ആരോപണം വ്യാജമാണ്, അതാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഈ ആരോപണം വ്യാജമാണെങ്കിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നുവെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത് ചേർന്ന് പോവുക? ഇന്നലെ നമ്മൾ വലിയ വിശദമായി തന്നെ ഇവിടെ ചർച്ച ചെയ്തതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ രാഹുൽ തന്നെ രാഹുലിൻ്റെ ആരോപണത്തിൻ്റെ മുനയൊടിക്കുകയാണ്. എന്താണ് ബന്ധമെന്നുള്ളത് അയാൾ തന്നെ സമ്മതിക്കുകയാണ്. ഇത്രയും കാലം രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇങ്ങനെയൊരു സംഭവമേ ഇല്ല, ഈ പെൺകുട്ടി വ്യാജ പ്രചാരണവുമായി ഇറങ്ങിയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ വ്യക്തിഹത്യ ചെയ്യാനാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഈ എല്ലാ ചാറ്റും റെക്കോർഡ് ചെയ്തത് ഗൂഢാലോചനയുടെ ഭാഗമാണ്. ചാറ്റ് ഉള്ളത് കൊണ്ടാണല്ലോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയത്, അല്ലെങ്കിൽ അങ്ങനെ സംസാരിച്ചത് കൊണ്ടാണല്ലോ അത് റെക്കോർഡിംഗായി മാറിയതും മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. അപ്പോൾ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെ ഒരു ടാബ്ലറ്റ് കൊടുത്തിട്ടില്ല എന്നാണെങ്കിൽ അതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പറയേണ്ടിയിരുന്നത്. അപ്പോൾ പെൺകുട്ടി പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. ഇനി അതിൻ്റെ ലീഗൽ വശങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നേരത്തെ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ ഗർഭിണിയുടെ ഗർഭം അലസിപ്പിക്കുമ്പോൾ അത് വിവാഹിതയാണെന്നുണ്ടെങ്കിൽ അത് ഭർത്താവിൽ നിന്ന് ഗർഭം ധരിച്ചതാണ്. അതാണ് കോടതിയിൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വാദം, അല്ലെങ്കിൽ വാദിച്ച് സമർത്ഥിക്കാൻ പോകുന്നത് അതായിരിക്കും. കാരണം വിവാഹിതയായ ഒരു സ്ത്രീ ഭർത്താവിനൊപ്പം കഴിയുന്നു, ഭർത്തൃമതിയാണ്, അതുകൊണ്ട് അവരുടെ ഗർഭത്തിൻ്റെ ഉത്തരവാദി ഭർത്താവാണ്. ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ആവർത്തിച്ച് ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇതേ പെൺകുട്ടിയുമായി ആർക്കാണ് അവിടെ ബന്ധമുണ്ടായിരുന്നത് എന്നത് ഇതേ രാഹുൽ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഈ പെൺകുട്ടി കൊടുത്തിരിക്കുന്ന ചാറ്റിലായാലും രാഹുൽ കൊടുത്തിരിക്കുന്ന തെളിവുകളിലായാലും ഏത് കാലഘട്ടം മുതൽ ഏത് കാലഘട്ടം വരെ ഇവർക്കിടയിൽ ബന്ധമുണ്ടായിരുന്നു, എപ്പോഴാണ് ഗർഭിണിയായത്, എപ്പോഴാണ് ഈ ഗർഭം അലസിപ്പിച്ചത് എന്നതൊക്കെ വ്യക്തമാണ്. അതിനിടയിലാണ് അതുകൊണ്ടാണ് ഞാൻ സന്ദീപിൻ്റെ പോസ്റ്റ് സൂചിപ്പിച്ചത്. അപ്പോൾ രാഹുൽ പറയുന്ന ഈ ഗർഭം അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതല്ല എന്ന് ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സന്ദീപിൻ്റെ ആ ഒരു ഇടപെടൽ എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഇവിടെ സന്ദീപ് വാര്യർ എന്ന് പറയുന്നത് KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഈ ഗർഭത്തിൻ്റെ ഉത്തരവാദി ഈ പെൺകുട്ടിയുടെ ഭർത്താവാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് രാഹുലിനെ രക്ഷിക്കാനായിട്ടുള്ളൊരു ശ്രമത്തിനിറങ്ങിയത് KPCCയുടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിരിക്കുന്ന ഒരാളാണ്. സന്ദീപിനെ ഈ പാർട്ടിയിൽ ഇങ്ങനെ ഈ പറഞ്ഞതിനെ ഒന്ന് ശാസിക്കാനെങ്കിലും ഈ KPCCയുടെ നിലവിലത്തെ പ്രസിഡന്റ് സണ്ണി ജോസഫോ അല്ലെങ്കിൽ AICCയുടെ ഭാരവാഹികളായിരിക്കുന്ന പ്രധാനപ്പെട്ട കേരളത്തിനുള്ള നേതാക്കളടക്കമുണ്ടല്ലോ, ആരെങ്കിലും ഒന്ന് പറഞ്ഞു തിരുത്തുമോ? ഇല്ല. എല്ലാവർക്കും വേണ്ടി ചാവേറായി ഒരാളെ ഇറക്കി വിട്ടിട്ട് പറയിക്കുകയാണ്. അപ്പോൾ ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യാത്തത്? അതിനി നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ അറസ്റ്റ് നീളുന്നോ, സർക്കാർ ഇത് അറസ്റ്റ് നീട്ടാതെ കൊണ്ടുപോവുകയാണ്, തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ ഈ പുറമേ നിന്നുകൊണ്ട് രാഹുലിൻ്റെ ഈ മുൻകൂർ ജാമ്യത്തിനായുള്ള ശ്രമം നടക്കുന്ന വേളയിൽ നിങ്ങൾ കൊടുക്കുന്ന പിന്തുണയും പൊതുസമൂഹം കാണുന്നുണ്ട്. ഇവിടെ അബോർഷന് കൺസെന്റ് നൽകുന്നത്, കൺസെന്റ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ് അബോർഷൻ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഗർഭിണിയായ ഒരു ഗർഭിണി അബോർഷന് കൺസെന്റ് നൽകുന്നത് മറ്റാരുടെയെങ്കിലും നിർബന്ധമോ അല്ലെങ്കിൽ ഭീഷണിയോ മൂലമാണെങ്കിൽ അത് ക്രിമിനൽ കുറ്റമാണ്. മാത്രമല്ല രജിസ്ട്രേഡ് മെഡിക്കൽ പ്രാക്ടീഷണർ അവർ ഈ പെൺകുട്ടിയുമായി സംസാരിച്ചിട്ടില്ല. ഈ അബോർഷന് ശേഷം ബ്ലീഡിംഗ് ഉണ്ടായ ഘട്ടത്തിൽ മാത്രമാണ് ആ പെൺകുട്ടി ഒരു രജിസ്ട്രേഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ പ്രാക്ടീഷണറോട്, ഒരു ഡോക്ടറോട് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കൺസെന്റ് അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് ഇത് സംബന്ധിച്ചുള്ള വിദഗ്ധ ഉപദേശം ലഭ്യമാക്കാതെയാണ് ഇവിടെ അബോർഷനുള്ള പില്ല് കൊടുത്തിരിക്കുന്നത്, അത് സുഹൃത്ത് വഴി എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ തന്നെ വരും. ഇനി ഇപ്പോൾ കൺസെൻഷനായിട്ടുള്ള ലൈംഗിക ബന്ധമടക്കമുള്ള മറ്റു കാര്യങ്ങളെല്ലാം സ്ഥാപിച്ചാലും ഈ അബോർഷൻ ചെയ്തിരിക്കുന്നത് അത് നിയമപരമായി തെറ്റ് തന്നെയാണ്. അത് എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ കുറ്റം അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. ഇനി മൊഴിയില്ല, നേരത്തെ പരാതി കൊടുത്തില്ല, പരാതി കൊടുക്കുന്നത് നീട്ടിക്കൊണ്ടുപോയി, അതൊന്നും ഇവിടെ നിലനിൽക്കില്ല. ഇത് എപ്പോഴാണോ അവർ പരാതി കൊടുക്കുന്നത്, ആ പരാതിയിലേക്ക് എത്തുന്നതിന് മുൻപ് അവർ ജോലി ചെയ്തിരുന്ന സ്ഥാപനം പരാതി കൊടുക്കാൻ നിർബന്ധിച്ചു, അതിൻ്റെ ഓഡിയോ റെക്കോർഡ് അടക്കം തൻ്റെ കയ്യിലുണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുമ്പോൾ ആ ഓഡിയോ റെക്കോർഡ് രാഹുലിൻ്റെ കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ജൂലൈ മാസത്തിന് ശേഷം, ജൂലൈ മുതലാണല്ലോ ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്നു തുടങ്ങിയത്, ഓഗസ്റ്റിലാണ് ആദ്യമായി ഈ ശബ്ദരേഖയടക്കം ആദ്യ ഭാഗമടക്കം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ ഈ പെൺകുട്ടിയെ ഈ പരാതി കൊടുക്കുന്നതിൽ നിന്നും ഇടപെട്ട് പിന്തിരിപ്പിക്കാൻ രാഹുൽ ശ്രമിക്കുകയായിരുന്നോ? അതും ഈ പെൺകുട്ടിക്ക് വ്യക്തത വരുത്താവുന്ന കാര്യമാണ്. അല്ല എന്നുണ്ടെങ്കിൽ സ്ഥാപനം പറഞ്ഞ കാര്യമൊക്കെ രാഹുൽ എങ്ങനെ അറിയും? രാഹുൽ അറിഞ്ഞതിന് ശേഷം നീ പരാതി കൊടുക്കേണ്ട, ഞാൻ ഇതൊക്കെ ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ വീണ്ടും അവളുടെ ആ ഒരു ട്രോമയെ മുതലെടുക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് വേണമെങ്കിലും കരുതാമല്ലോ. അപ്പോൾ തുടർച്ചയായി ആ പെൺകുട്ടിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവൾ പരാതി കൊടുക്കുന്നതിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കുന്നതിന് എന്താണ് ഉപയോഗിച്ചത്? പദവിയാണ് ഉപയോഗിച്ചത്. MLA എന്ന സ്ഥാനത്തിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ വേണ്ടതെല്ലാം ചെയ്തു കൊള്ളാമെന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് ഈ പെൺകുട്ടിയെ പരാതി കൊടുക്കുന്നതിൽ നിന്ന് ഇത്രയും കാലം നീട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതും തെറ്റാണ്, അതും ചർച്ച ചെയ്യപ്പെട്ടു പോകേണ്ട വിഷയം തന്നെയാണ്. അപ്പോൾ രാഹുൽ ഫാൻസ്, രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇതിൽ ആ പെൺകുട്ടിക്ക് പരാതി ഉള്ളിടത്തോളം
ഇല്ലാത്തടത്തോളം കാലം അവൾ ആ പരാതി നിയമപരമായി കൊടുക്കുകയും ഇപ്പോൾ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്ന ഇത് അതിൻ്റെ ഉള്ളടക്കമടക്കം പരിശോധിച്ച് നിയമപരമായി എന്താണോ ഇതിന് വിധിക്കേണ്ട ശിക്ഷ ആ ശിക്ഷയിലേക്ക് എത്തുകയും ശിക്ഷ ഏറ്റുവാങ്ങുകയുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യേണ്ടത്. ഇരയെ സ്വഭാവഹത്യ ചെയ്തുകൊണ്ടുള്ള വേട്ടയാടൽ അത് ശരിയല്ല എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. ഈ കാര്യത്തിൽ ഗർഭഛിദ്ര നിയമമുണ്ട്. അബോർഷൻ ലോ അനുസരിച്ച് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971 അതിൽ 2021 ഭേദഗതി വരുത്തിയിരിക്കുന്നത്. അപ്പോൾ സ്ത്രീയുടെ ജീവൻ അപകടമുണ്ടാകാനായിട്ടുള്ള സാധ്യതയോ ഗുരുതരമായ വൈകല്യം ശിശുവിനുണ്ടാകാനായിട്ടുള്ള സാധ്യതയോ അല്ലെങ്കിൽ ബലാത്സംഗത്തിന്റെ ഫലമായി ഉണ്ടായ ഗർഭമാണെങ്കിലോ അപ്പോൾ രാഹുലിന് ആകെ പറയാൻ കഴിയുന്നത് ഞാൻ ബലാത്സംഗം ചെയ്ത ആളുടെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നും അതുകൊണ്ട് ഈ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു എന്നത് മാത്രമാണ് രാഹുലിന് ഈ ഗർഭഛിദ്രത്തിലേക്ക് പോയതിന് ആകെ പറയാവുന്ന കാര്യം. അപ്പോഴും അവിടെ ബലാത്സംഗം എന്ന കുറ്റം രാഹുലിനെതിരെ നിലനിൽക്കും. അല്ലാതെ രാഹുൽ ഈ ലീഗലായിട്ടല്ല അല്ലെങ്കിൽ ഒരു തരത്തിലും ഈ കുഞ്ഞിനെ നശിപ്പിക്കുന്നതിനായി ഒരു ഗർഭദിനോദനത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഗർഭഛിദ്രത്തിലേക്ക് പോകാൻ ആ പെൺകുട്ടിക്ക് താല്പര്യമില്ലാത്തടത്തോളം കാലം ആ പെൺകുട്ടി അതിൽ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറ്റമായി തന്നെ നിലനിൽക്കും. 20 ആഴ്ച വരെ ഉള്ള സമയത്താണ് ഈ ഗർഭഛിദ്രം നടന്നിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ അഭിപ്രായം, ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അഭിപ്രായം തേടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അഭിപ്രായം തേടിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ രാഹുലിന് അത് പ്രൊഡ്യൂസ് ചെയ്യാം. അത് പ്രൊഡ്യൂസ് ചെയ്ത് ഈ പെൺകുട്ടിയും അത് അറിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയും അത് അറിയിച്ചിരുന്നു, ഇന്ന ഡോക്ടറെ ഞാൻ കൺസൾട്ട് ചെയ്തിട്ടാണ്, ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന് പറഞ്ഞാൽ ആ ഡോക്ടറുമായിട്ടൊക്കെ ഈ പെൺകുട്ടിയെ സംസാരിപ്പിച്ച് അങ്ങനെ കൺവിൻസ് ചെയ്താണ് ഈ ഗർഭഛിദ്രം നടത്തിയതെങ്കിൽ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക. അറസ്റ്റ് നീണ്ടുപോകുന്നു എന്നുള്ളതിൽ ഒരു ആശ്ചര്യവുമില്ല. നീണ്ടു തന്നെ പോവുകയാണ്. ഒരുപക്ഷെ ബുധനാഴ്ച ഈ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് വരെ നീണ്ടുപോയാലും അത്ഭുതപ്പെടാനില്ല. അതിൽ തെരഞ്ഞെടുപ്പ് ഒരു ഘടകമാണോ എന്ന് ചോദിച്ചാൽ തെരഞ്ഞെടുപ്പ് ഒരു ഘടകമാക്കരുത്. ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമല്ല. ഒരു പെൺകുട്ടിയുടെ അവൾ നേരിട്ട അപമാനത്തിന്റെ വിഷയമാണ്. ആ അപമാനത്തിൽ നിന്നാണ് അവൾ ഈ പരാതി കൊടുത്തിരിക്കുന്നത് എന്നത് ഒരു മാനുഷിക മൂല്യത്തോടുകൂടി, ആ മാനുഷിക മൂല്യമുള്ള ആളുകൾ, അങ്ങനെ ഇല്ലാത്തവർക്ക് എന്ത് വേണമെങ്കിലും പറയാം, ഇതുപോലെ ചിത്രങ്ങളൊക്കെ ഇട്ടുകൊടുത്ത് ആ പെൺകുട്ടിയെ കൂടുതൽ ഉപദ്രവിക്കാം. ഇവിടെ അറസ്റ്റ് നീണ്ടുപോകുന്നുണ്ട്. അറസ്റ്റ് നീണ്ടുപോകാനുള്ള ഒരു സാഹചര്യം മുൻ കേസുകളിൽ കണ്ടതുപോലെ തന്നെയെന്നാണ് ഞാൻ കരുതുന്നത്. അറസ്റ്റ് നീളുന്നു എന്നുള്ളതാണ് ചോദ്യം. അറസ്റ്റ് നീളുന്നുണ്ട്, പക്ഷേ അറസ്റ്റ് നീട്ടുകയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഏത് അവസരത്തിലും വേട്ടക്കാരനായ ഒരാൾ ഇരയായി വേഷം മാറാൻ കഴിയുന്ന പ്രച്ഛന്നശേഷിയുള്ള അപൂർവം നേതാക്കളിൽ ഒരാളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. അത് കേരളത്തിൽ അടുത്ത കാലത്തായി നമ്മൾ കാണുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ രീതിയാണ്. വേട്ടക്കാരനായിരിക്കും, കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഈ നേതാവായിരിക്കും. പക്ഷേ കുഴപ്പങ്ങളുണ്ടാക്കി ഏറ്റവും ഒടുവിൽ വരുന്ന സമയത്ത് ഇരയായി ആശുപത്രിയിലോ ജയിലിലോ പോകുന്നത് ഇയാളായിരിക്കും, വേട്ടക്കാരൻ. ഇതൊരു പുതിയ ശൈലിയായി കേരളത്തിൽ അടുത്തിടെ നമ്മൾ കണ്ടുവരുന്നൊരു രീതിയാണ്. ഇതിൻ്റെ ഗുണഭോക്താവ് കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എപ്പോഴാണ് വ്യാജരേഖാ കാർഡുമായി ബന്ധപ്പെട്ട് പോലീസ് ഇയാളെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഒരാവശ്യവുമില്ലാത്ത അറസ്റ്റായിരുന്നു അത് എന്നുള്ളതായിരുന്നു എൻ്റെ നിലപാട്. ആ അറസ്റ്റോടു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പൊളിറ്റിക്കൽ ഗ്രാഫ്. ആ അറസ്റ്റ് പോലീസിനെ സംബന്ധിച്ചൊരു താക്കീതാണ് തൻ്റെ മുന്നിൽ. ഈ കേസിൽ പോലും ജാമ്യ ഹർജി തള്ളി എന്ന് കേൾക്കുന്നതിനേക്കാൾ പോലീസ് പിടിച്ചു എന്നാഗ്രഹിക്കുന്ന ഒരു ക്രിമിനൽ മൈൻഡ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങൾക്കൊരിക്കലും അത്ര എളുപ്പം നിർദ്ധാരണം ചെയ്യാൻ പറ്റുന്നൊരു കൂട്ടരേ അല്ല എന്നുള്ളതാണ്. എന്നെ ഭയപ്പെടുത്തുന്നതും കേരള രാഷ്ട്രീയത്തിൽ അടുത്തിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ പ്രതിഭാസമാണ്. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ, എന്തിനേറെ VD സതീശൻ, രമേശ് ചെന്നിത്തല, ഉമാ തോമസ്, ഈ ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ, ഈ മുതിർന്ന നേതാക്കളെ അറപ്പുളവാക്കുന്ന രീതിയിൽ, വെറുപ്പുളവാക്കുന്ന രീതിയിൽ ഒരു യൂട്യൂബ് തുറന്നു വെച്ച് കുറച്ച് അശ്ലീല യൂട്യൂബർമാരും കുറച്ച് ഓൺലൈൻ സംഘങ്ങളും ചേർന്ന് നടത്തുന്ന ക്രിമിനൽ സൈബർ കൂട്ടങ്ങളെയാണ് ഇവർ യഥാർത്ഥത്തിൽ ഇവരുടെ കൊട്ടേഷൻ സംഘങ്ങളെ പിന്നിൽ നിർത്തുന്നത്. ഇവരാണ് യഥാർത്ഥത്തിൽ ഇവരുടെ പിന്തുണയിൽ നിൽക്കുന്നത്. നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അതിനകത്ത് അങ്ങേയറ്റം കമ്മ്യൂണലായ എലമെൻറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങേയറ്റം രാജ്യവിരുദ്ധ താല്പര്യമുള്ള ആളുകൾ രാജ്യത്തിന് പുറത്തു നിന്നുകൊണ്ട് ഈ ഗ്രൂപ്പുകളെ നിയന്ത്രിക്കുന്നുണ്ട്. ഇതിൽ തന്നെ ഹവാല ഇടപാടുകളും റിയൽ എസ്റ്റേറ്റ് മാഫിയും ഉള്ളവർ ഈ ഇടപാടുകളിലുണ്ട്. ഞാൻ പരിശോധിക്കുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വ്യാജരേഖാ കേസ് വന്നപ്പോൾ അതിലൊരു പ്രതി, ആ പ്രതി ആ സമയത്ത് 12,000 രൂപ മുത്തൂറ്റിൽ എന്ന് പറയുന്നൊരു സ്ഥാപനത്തിലെ ഒരു ശമ്പളത്തിന് വേണ്ടി പണിയെടുത്തിരുന്ന ഒരാളായിരുന്നു. ഇയാൾ ഇന്ന് ഈ വ്യാജരേഖാ കേസിൽ പ്രതിയായതിനു ശേഷം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടി ഇയാൾ ഇന്ന് സ്വന്തമായൊരു ധനകാര്യ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നു. ജിമ്മി, അത്ഭുതപ്പെടുത്തുന്ന വളർച്ച. അതേപോലെ ഈ ജോബി ജോസഫും രാഹുൽ മാങ്കൂട്ടത്തിലും ചേർന്ന് നടത്തുന്ന കുറച്ച് സാമ്പത്തിക സ്ഥാപനങ്ങളുണ്ട്. ഞങ്ങളുടെ ആഗ്രഹം സഫലമായി എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ നമ്മൾ കണ്ടതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു തന്നെ ഇതിൽ ഒരു പ്രധാന ഇൻവെസ്റ്ററാണ്.
ആ ലിറ്റിൽ പ്ലാനറ്റ് എന്ന് പറയുന്ന കടയടക്കം തുണിക്കടയും ടോയ്ക്കടയും അടക്കം ഒന്നു തുറന്ന് കോവിഡിന് ശേഷം സാമ്പത്തിക പ്രാരാബ്ദങ്ങളിൽ നിന്നപ്പോൾ അതും ടെക്സ്റ്റൈൽ ബിസിനസ്സിന് വലിയ സാധ്യതയില്ലാത്ത ഒരു ജില്ലയിൽ പത്തനംതിട്ടയിൽ ഒന്നിലധികം കടകൾ 2, 3, 4 കടകൾ തുറന്നു വെച്ച് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കാൻ ഇതിൻ്റെയൊക്കെ സാമ്പത്തിക സോഴ്സ് എവിടെ നിന്നാണ്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് അത്ര എളുപ്പം നിർദ്ധാരണം ചെയ്യാൻ പറ്റാത്ത ഒരു ക്രിമിനൽ ബുദ്ധി ഇവരുടെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്താൽ ആ അറസ്റ്റും രാഷ്ട്രീയമായ ഒരു ആയുധമാക്കാൻ ശേഷിയുള്ള ഒരു വലിയ പ്രൊപ്പഗാൻഡ ടീം, ഒരു പ്രചരണ ടീമുണ്ട്. പക്ഷേ അറസ്റ്റ് നീളുന്നതിൻ്റെ ഒരു കാരണം പോലീസിനെ സംബന്ധിച്ച് തിടുക്കപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഇയാൾക്ക് ഇനിയും ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി കൊടുക്കുന്ന അവസരത്തിലേക്ക് പോലീസ് നീങ്ങില്ല. പക്ഷേ അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഒട്ടേറെ അപകടങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതാണ് ഞാൻ പറയാൻ പോകുന്ന അടുത്തതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കാരണം ഈ ആൻറ്റിസിപ്പേറ്ററി ബെയിലിൽ ഇയാൾ പറയുന്ന കാര്യങ്ങളിൽ ഒരു 60% നമ്മൾ പരിശോധിച്ചാൽ അത് അയാൾക്കെതിരെയുള്ള തെളിവുകൾ അയാൾ കുറ്റസമ്മതമായി നടത്തിയിരിക്കുന്നതാണ്. നമ്മളത് ഇന്നലെ വിശദമായി പരിശോധിച്ചു. ഇനി അറിയേണ്ട 3-4 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇയാൾക്ക് ജാമ്യം കിട്ടിയാൽ സാധാരണ രീതിയിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ വരുന്ന സമയത്ത് കോടതി പരിഗണിക്കുന്നത് ഇതൊരു കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ആവശ്യമുള്ള കേസാണോ എന്നാണ്. 100% കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ആവശ്യമുള്ള കേസല്ലേ? കാരണം എന്താ, ഇതിൽ പറഞ്ഞിരിക്കുന്നത് 3 ബലാത്സംഗ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. നോക്കണം, ആൻറ്റിസിപ്പേറ്ററി ബെയിലിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ പലപ്പോഴും അതിൻ്റെ കേസിൻ്റെ മെറിറ്റിലേക്ക് കടക്കരുതെന്നുള്ളതാണ് കോടതി പറയുന്നത്. പകരം ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മതി. ഒന്ന്, കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ആവശ്യമുണ്ടോ? പ്രോസിക്യൂഷൻ പറയണം ആവശ്യമുണ്ട്. എന്താണ് ആവശ്യമുള്ളത്? ചുമത്തിയിരിക്കുന്നത് ഒരു ബലാത്സംഗ കേസാണ്. 1 അല്ല 3 ബലാത്സംഗ കേസാണ്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ സ്വാധീനശേഷിയുള്ള അധികാരമുള്ളയാളാണോ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്? 100%. ഈ കൃത്യമായി 64(2)(f) പറയുന്നത് പോലെ പേഴ്സൺ ഇൻ പൊസിഷൻ ഓഫ് ട്രസ്റ്റ് ഓർ അതോറിറ്റിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ ഓരോന്നായിട്ടെടുത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിലും മുൻകൂർ ജാമ്യം തള്ളുമെന്നത് പ്രോസിക്യൂഷൻ ഉറപ്പാണ്. 100%. അതല്ലെങ്കിൽ ഇനി അസാധാരണമായ രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ ജാമ്യ ഹർജി പരിഗണിച്ചുകൊണ്ട് ഒരു പ്രീമച്വർ ട്രയൽ നടത്തി ജഡ്ജി ഒരു തീരുമാനത്തിലേക്ക് എത്തണം. പക്ഷേ അതിനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. ഈ ഘട്ടത്തിൽ അത് വിരളമാണ്. അതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഇത്? എൻ്റെ ഗർഭമല്ല എന്നത് തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള ശബ്ദ സന്ദേശങ്ങൾ. ഇതൊന്നും ആൻറ്റിസിപ്പേറ്ററി ബെയിൽ വരുന്ന സമയത്ത് പരിഗണിക്കുന്ന വിഷയങ്ങളല്ല. ഇതൊക്കെ ട്രയലിൻ്റെ വേളയിൽ പരിശോധിക്കുന്ന വിഷയങ്ങളാണ്. ആൻറ്റിസിപ്പേറ്ററി ബെയിലിൻ്റെ സമയത്ത് പരിശോധിക്കുന്ന വിഷയങ്ങൾ എന്താ? ഒന്ന്, ഞാൻ പറഞ്ഞതുപോലെ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ഉണ്ട്. എവിടെയൊക്കെ വെച്ച് പീഡിപ്പിച്ചു? ഒന്ന് പാലക്കാട് വെച്ച് പീഡിപ്പിച്ചു, മറ്റൊന്ന് തിരുവനന്തപുരത്ത് വെച്ച് ഈ പെൺകുട്ടിയുടെ ഫ്ലാറ്റിൽ വെച്ച് പീഡിപ്പിച്ചു. ആ പീഡിപ്പിച്ച തീയതിയും ദിവസവും അടക്കം ഗർഭിണിയായിരുന്ന സമയത്തും പീഡിപ്പിച്ചു എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായിട്ടുള്ളൊരു കുറ്റം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുറത്തുണ്ട്. ഇതെല്ലാം അറിയണമെങ്കിൽ അവിടെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തണം. ഇയാൾ നിത്യസന്ദർശകനായിരുന്നത്, അതിനുള്ള പരിശോധനകൾ നടത്തണം. ഇയാളുടെ ഫോൺ പരിശോധിക്കണം. അതാണ് അടുത്ത രണ്ടാമത്തെ പ്രശ്നം. കസ്റ്റഡിയിൽ എടുത്താൽ മാത്രമല്ല ഇയാളുടെ ഫോൺ പരിശോധിക്കാൻ പറ്റൂ. ഇയാളുടെ ഫോണിൽ എന്താ ഉള്ളത്? പെൺകുട്ടി വളരെ ഗുരുതരമായ ഒരു ആരോപണം മൊഴിയായിട്ട് കൊടുത്തിട്ടുണ്ട്. നഗ്നദൃശ്യങ്ങൾ എടുത്ത് ഭീഷണിപ്പെടുത്തി എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ പെൺകുട്ടിയുടെ സമ്മതമില്ലാത്ത നഗ്നചിത്രങ്ങൾ എടുത്ത് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? ഈ നഗ്നചിത്രങ്ങൾ ലീക്കാക്കുമെന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ആവശ്യമുള്ള ഒന്നല്ലേ? അപ്പോൾ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ആവശ്യമുണ്ട് എന്നുള്ളത് ഒന്ന്. 2, ഇയാൾ ഏതെങ്കിലും തരത്തിൽ ഇൻവെസ്റ്റിഗേഷനെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ടോ? നമ്മുടെ മുന്നിൽ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇയാൾ ഭീഷണിപ്പെടുത്തുന്നത് ദൃശ്യങ്ങളിലുണ്ട്. ഇതൊക്കെ കുരുക്കായി വരാൻ പോകുന്നത് ഈ ഘട്ടത്തിലാണ്. എന്താണ് അയാൾ പറയുന്നതെന്ന് അറിയാമോ? ഇതിനുള്ള ജോലി, ഇതിനുള്ള പ്രതിഫലം വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് സർവീസിൽ വരുമ്പോൾ ഞാൻ തരാമെന്നുള്ളതാണ്. ഒരു ഉദ്യോഗസ്ഥനെ ആ ജോലി ചെയ്യുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തി, തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി സമയത്ത് ആ ഉദ്യോഗസ്ഥനെ ജോലി സമയത്ത് തടസ്സപ്പെടുത്തിയ MLA ആണ് ഇയാൾ. ഇയാളുടെ ആൻറ്റിസിഡൻ്റെതാണ്. അന്വേഷണത്തെ തടസ്സപ്പെടുത്തുമെന്നുള്ളതിന് ഇതിനേക്കാൾ വലിയ തെളിവ് വേണോ? ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നതെല്ലാം അദ്ദേഹത്തിന് തിരിച്ചടിയാവാൻ പോകുന്നത് ഇതാണ് പ്രോസിക്യൂഷൻ്റെ ഒരു ആത്മബലം എന്ന് പറയുന്നത്. ഒന്ന്, ഇത് കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ആവശ്യമുണ്ട്. 2, ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസേഴ്സിനെ തടസ്സപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. 3, തെളിവുകൾ നശിപ്പിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. വ്യാജരേഖ കാർഡുമായി ബന്ധപ്പെട്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കേസ് നിലവിലിരിക്കുകയല്ലേ? അതിൻ്റെ പേരിൽ ഇയാളെ അടക്കം വിളിച്ചതല്ലേ പോലീസ്? മൊഴി കൊടുക്കാൻ വേണ്ടി വിളിച്ചതല്ലേ? അതുമായി ബന്ധപ്പെട്ട് ഇയാളുടെ സുഹൃത്തുക്കൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് FIR ഇട്ടിരിക്കുകയല്ലേ? ഇതുമായി ബന്ധപ്പെട്ട വ്യാജരേഖ ചമയ്ക്കുന്ന കാര്യത്തിൽ വിദ്വാനല്ലേ? ഇതല്ലേ മൂന്നാമത്തെ കാര്യം. 4, ഫാബ്രിക്കേറ്റ് ചെയ്യുമോ എന്നുള്ളതാണ്. 100% ആ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത് ഇയാൾ മാത്രമല്ല, ആവലാധിക്കാരിയെ ഭീഷണിപ്പെടുത്തുകയും ആവലാധിക്കാരിയെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു സൈബർ കൂട്ടത്തെയാണ് വളർത്തിയിരിക്കുന്നത്. നിർഭാഗ്യവശാൽ അത് സൈബർ കൂട്ടം മാത്രമല്ല, പകരം
പാർട്ടിയുടെ മുഖപത്രം പോലും ഇന്ന് ആ പണി ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം. അതാണ് വി ഡി സതീശൻ തിരുത്തിയത്. ശരിക്കും പറഞ്ഞാൽ വി ഡി സതീശൻ്റെ നിലപാടിനെ അപ്രീഷിയേറ്റ് ചെയ്യണം ഈ ഘട്ടത്തിൽ. രമേശ് ചെന്നിത്തലയും ഈ വിഷയത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യണം. എത്ര ഓൺലൈൻ മീഡിയകളിലാണെന്നറിയാമോ വി ഡി സതീശനെയും രമേശ് ചെന്നിത്തലയും കുറിച്ച് വളരെ മോശമായ രീതിയിലുള്ള പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത്. കെ മുരളീധരനെയും കുറിച്ച് മോശമായ രീതിയിൽ ഇവരെയൊക്കെ എടുത്ത് പുറത്ത് കളയണമെന്നാണ് പറയുന്നത്. ആരാ പറയുന്നതെന്നറിയാമോ? ഒരു തരത്തിലും ജനസമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാതെ ഇന്നലെകളിൽ വന്നിരിക്കുന്ന ചില ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, അതും കോൺഗ്രസിൽ തന്നെയുള്ള ആളുകളുമല്ല. അതാണ് തമാശ. യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന മറ്റു രാജ്യങ്ങളിലുള്ള ചില മനുഷ്യർ പോലും വന്ന് ഈ പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി കളിക്കുകയാണ്. ഇത് ആരുടെ പ്രസ്ഥാനമാണ്? ഇത് ഇവിടുത്തെ ജനങ്ങളുടെ പ്രസ്ഥാനമല്ലേ കോൺഗ്രസ്? അതിലെ നേതാക്കന്മാരെ ഈ രീതിയിൽ അപമാനിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അപ്പോൾ ഒറ്റ ചോദ്യമേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ആ ക്രിമിനൽ സംഘത്തിന് അതിനുള്ള ശേഷിയെല്ലാം ഉണ്ട്. അവിടെയാണ് സന്ദീപ് വാര്യരുടെ, നേരത്തെ സുജയും ജിമ്മിയും ഒക്കെ ചൂണ്ടിക്കാണിച്ച, സ്മൃതിയും ഒക്കെ ചൂണ്ടിക്കാണിച്ച സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. സന്ദീപ് വാര്യരെ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് മാത്രമല്ലേ പ്രേക്ഷകർക്ക് അറിയുള്ളൂ. പക്ഷേ അതിനു മുമ്പ് BJP-യുടെ സ്പോക്ക് പേഴ്സൺ ആയിരുന്ന കാലത്ത് സന്ദീപ് വാര്യർ എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കാം. അയാൾ ആ മാനസികാവസ്ഥയിൽ നിന്നൊരല്പം പോലും വളർന്നിട്ടില്ല എന്നതിൻ്റെ സൂചനയാണ്. പാകിസ്ഥാനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കാശ്മീരികളെ കൂട്ടക്കൊല ചെയ്ത് കുഴിച്ചു മൂടുക എന്നത് മാത്രമാണ് ഏക പോംവഴി. ഒരു 3000-ഓ 4000-ഓ എണ്ണത്തിലെ കഴുത്തിൽ ടയറിട്ട് കത്തിച്ചു കൊല്ലണം. ബാക്കിയുള്ളവർ തന്നെ ഒതുങ്ങി മര്യാദക്കാരാവും. അനുഭവം ഗുരു. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഫേസ്ബുക്കിലൂടെ പോരാടുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗം ചെറുപ്പക്കാർ ഇതൊന്ന് വായിച്ചു മനസ്സിലാക്കണം. ഇന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാൾ എഴുതിയിരുന്നതാണ്. ആ സന്ദീപ് വാര്യർ ഇന്ന് എഴുതി വച്ചിരിക്കുന്നത് എന്താ? ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വ്യക്തമാകുന്ന രീതിയിൽ മുൻപുണ്ടായിരുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്ന് ആരാധകരായ വെട്ടുകിളിക്കൂട്ടത്തിന് കമന്റ് ഇടാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ടത് ആദ്യഘട്ടത്തിൽ മുന്നറിയിപ്പ് നൽകുമ്പോൾ അത് പിൻവലിക്കുന്നില്ല. മണിക്കൂറുകൾക്ക് ശേഷം അപ്പോഴേക്കും അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. സന്ദീപ് വാര്യർ എന്ന കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ഉപയോഗിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയെ അപമാനിക്കാൻ നടത്തിയ ശ്രമം കോടതിയുടെ മുമ്പിൽ വരൂലേ? അങ്ങനെ വരുമ്പോൾ ഇയാൾ എത്രമാത്രം അപകടകാരിയാണ്. ഒളിവിലിരുന്നു കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടി, ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് ചെയ്യില്ലെന്ന് എന്തുറപ്പാണ് കിട്ടുക? പാർട്ടിയുടെ പിൻബലത്തോടു കൂടി ജനറൽ സെക്രട്ടറിയാണ് നടത്തുന്നത്. നോക്കൂ, ഇന്ന് KPCC അധ്യക്ഷൻ തന്നെ തള്ളി പറഞ്ഞു. ഏറ്റവും ഒടുവിൽ KPCC അധ്യക്ഷൻ തന്നെ തള്ളിപ്പറയുന്ന അവസ്ഥയെത്തി. പാർട്ടി മുഖപത്രത്തെ തിരുത്തി. പാർട്ടി മുഖപത്രത്തിൻ്റെ പത്രാധിപർ റിപ്പോർട്ടിൽ വന്ന് പറഞ്ഞു തെറ്റു പറ്റിപ്പോയി എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്? സൂര്യനെല്ലി കേസുമായിട്ട്, ഐസ്ക്രീം പാർലർ കേസുമായിട്ട്, ഉമ്മൻചാണ്ടി സാറിൻ്റെ കേസുമായിട്ടൊക്കെയാണ് അതിൽ ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെടുത്തുകയാണ് ഈ പറയുന്ന ഒരു പെർവേർട്ടിനെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എവിടെ നിൽക്കുന്നു ഉമ്മൻചാണ്ടി, എവിടെ നിൽക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ? കോൺഗ്രസിലെ നേതാക്കളൊന്ന് മനസ്സിലാക്കണം, ഇത് പാർട്ടിയുടെ മുഖപത്രത്തിൽ വന്നതാണ്. ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം ഒന്നിനു പിറകെ ഒന്നായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വലിയ തെളിവായി മാറുകയാണ്. പിന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഈ ആവലാതിക്കാരിക്ക് ഭീഷണി ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ? ഈ ശബ്ദരേഖയിൽ എടുത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട് നിന്നെ കൊല്ലാൻ എത്ര സമയം വേണം എന്നുള്ളത്. ഒറ്റ ശബ്ദരേഖ മതി, ഒറ്റ വാചകം മതി. അതായത് ഈ ചുരുക്കത്തിൽ ഈ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഞാൻ മനസ്സിലാക്കുന്നത് പ്രജ്വൽ രേവണ്ണ കർണാടകയിൽ ജനതാദൾ സെക്യുലറിൻ്റെ നേതാവായിരുന്ന MP ആയിരുന്ന, ഹാസനിൽ നിന്നുള്ള MP ആയിരുന്ന, സീരിയൽ പ്രഡേറ്റർ ആയിരുന്ന, ലൈംഗിക വൈകൃതങ്ങളുടെ പരമ്പര തന്നെ ഉണ്ടാക്കിയ പ്രജ്വൽ രേവണ്ണ ആ കേസിൽ കൊടുത്തിരിക്കുന്ന ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് സമാനമായ ആൻറ്റിസിപ്പേറ്ററി ബെയിലാണ്. കേരളത്തിലെ പ്രജ്വൽ രേവണ്ണയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് ഒരു കേസല്ലല്ലോ. ഇന്ന് രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞെന്താ, ഈ KPCCക്ക് ഒരുപാട് പരാതികൾ വന്നിരുന്നു എന്നുള്ളതാണ്. അന്ന് ആ സമയത്ത് KPCC ആ നിലപാടെടുത്തിരുന്നെങ്കിൽ ഇന്ന് കോൺഗ്രസിന് ഇങ്ങനെ ഈ അർത്ഥത്തിൽ തലകുനിച്ച് നിൽക്കണമായിരുന്നു. എന്നിട്ടും കോൺഗ്രസ് നിലപാടെടുത്തു. VD സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും ഒറ്റ നിലപാടിൻ്റെ ബലത്തിൽ. അന്ന് എതിർത്തതാരാ? സാക്ഷാൽ KC വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വളരാനുള്ള എല്ലാ വളവും ഒരുക്കി കൊടുത്തത്. KC വേണുഗോപാലിൻ്റെ ലക്ഷ്യം എന്താ? വളരെ കൃത്യമല്ലേ? ഒരു ഭാഗത്ത് രമേശ് ചെന്നിത്തലയും മറുഭാഗത്ത് VD സതീശനെയും തകർക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ ചെറിയ നാപ്പാം ബോംബുകൾ വിതറും എന്നുള്ളത്. അതേപോലെയാണ് KC വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനകത്തേക്ക് ഇട്ടിരിക്കുന്ന ബോംബുകളായിരുന്നു ഇത്. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വളർത്താനാണോ KC ഇത് ചെയ്തതെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ KCക്ക് അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇതേപോലെ ഒരു KCയുടെ ടൂളായി മാറുമെന്നുള്ള കാര്യത്തിൽ വളരെ ക്ലിയർ അല്ലേ? അതുകൊണ്ടാണ് ഷാഫി പറമ്പിലിനെയും ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഉപയോഗിച്ച് VDയെ തളർത്താൻ ശ്രമിച്ചത്. പക്ഷേ ഇപ്പോൾ ചിരിക്കുന്നത് VD സതീശനാണ്, ഇപ്പോൾ ചിരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. പക്ഷെ അവർ ചിരിക്കുമ്പോഴേക്കും പാർട്ടി അതിനുള്ള ഒരു വലിയ രാഷ്ട്രീയമായിട്ടുള്ള വലിയ മൂലധനം ചിലവാക്കി കഴിഞ്ഞിരിക്കുന്നു ഈ പെർവേർട്ടിനെ, ഈ സൈക്കോപാത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ ടേക്ക് ഇതാണ്, അറസ്റ്റ് നീളുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അറസ്റ്റ് നീളാൻ പാടില്ല. എത്രയും പെട്ടെന്ന് ഈ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ
ഇൻഫ്രക്ഷ്യസ് ആക്കാൻ വേണ്ടിയിട്ട്, അത് അസാധുവാക്കാൻ വേണ്ടിയിട്ട് അറസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. കാരണം ഇയാൾ ഒളിവിലിരിക്കുന്ന ഓരോ നിമിഷവും അതിജീവിതയ്ക്ക് ജീവിതത്തിൽ മാത്രമല്ല അവരുടെ മാനത്തിന് തന്നെ ഭീഷണിയായി വരുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ആ അതിജീവിതയെ അവഹേളിക്കാൻ വേണ്ടുന്ന ഓരോ പോസ്റ്റുകളായിട്ട് അയാളുടെ ശിങ്കിടികളും അശ്ലീല യൂട്യൂബർമാരും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇത് സ്വർണ്ണക്കൊള്ളയെ മറക്കാൻ വേണ്ടിയാണോ എന്ന ചോദ്യത്തിന് ഈ കേസ് വരുന്നത് സെപ്റ്റംബർ മാസത്തിന് മുമ്പ്, അതായത് സ്വർണ്ണക്കൊള്ള കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിനും 2 മാസങ്ങൾക്ക് മുമ്പാണ്. അതും റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസിന്റെ സഹയാത്രികയാണ് വെളിപ്പെടുത്തിയത്. അതിനു പിന്നിൽ ഒരു ഇടതു ബാന്ധവമോ ഒരു BJP ബാന്ധവമോ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അതിനുശേഷമാണ് ഈ പെൺകുട്ടിയുടെ മൊഴി വരുന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള ശബ്ദരേഖകൾ പുറത്തേക്ക് വരുന്നത്. ആ ഘട്ടത്തിലും ഏതെങ്കിലും തരത്തിൽ തിടുക്കപ്പെട്ട് ഒരു അന്വേഷണത്തിന് പോയില്ല. പക്ഷേ ഒരു അന്വേഷണ സംഘത്തെ തുടർച്ചയായിട്ട് വരുന്ന പരാതികളുടെ പുറത്ത് സർക്കാർ നിയോഗിക്കുന്നു. ഇപ്പോൾ വരുന്ന അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അറസ്റ്റ് നീളുന്നുണ്ടോ എന്ന ചോദ്യത്തിന് എൻ്റെ ഉത്തരം അറസ്റ്റ് നീളുകയാണ്, പക്ഷേ അത് നീളാൻ പാടില്ല, അത് മനഃപൂർവ്വം നീട്ടുന്നതല്ല എന്നതാണ് എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ. 3 പേരുടെ അഭിപ്രായം യെസ് എന്നാണ്, ഒരാൾ നോ. Meet the editors.